ഹലോ എവരിവൺ. ഞാൻ ഡോക്ടർ തോമസ്, സൈക്യാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എറണാകുളത്ത്. ഞാൻ ആക്ച്വലി നമ്മളെല്ലാവരും കണ്ടപ്പോൾ എൻ്റെ പുതിയ പടം ഉണ്ടല്ലോ ഒഡീസി, അതിൻ്റെ റിവ്യൂ പറയാനാണ് ഇരിക്കുന്നത്. പൊതുവെ എൻ്റെ റിവ്യൂസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയാറുള്ള കാര്യം, വളരെ അൺപോപ്പുലർ റിവ്യൂ ആയിരിക്കും. നോളൻ്റെ ഫിലിം ഞാൻ എൻ്റെ പാർട്ട്ണറും പിന്നെ എൻ്റെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് പോയി കണ്ടു. ഈ ഒരു റിവ്യൂ ഞാൻ വാട്ട് എവർ ഐ സേ, ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ പടം നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും പോയി കാണണം. ഇതൊരു ടെക്നിക്കലി ഭയങ്കര പെർഫെക്റ്റ് ആയ ഒരു പടമാണ്. കാരണം എനിക്ക് കണ്ടത് ഓർമ്മയുണ്ട്, ഐമാക്സിൽ എറണാകുളത്ത് കണ്ടപ്പോൾ. കേരളത്തിലെ ഐമാക്സിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഞാൻ ഒരു മിനിറ്റ് പോലും ശ്വാസം എടുക്കാതെ വളരെ ഇന്നായിട്ടാണ് ഇരുന്ന് കണ്ടത്. എന്ന് വെച്ചാൽ ആ സ്ക്രീനിൽ നമ്മൾ ഇനീഷ്യലി ആ ഒഡീസിയസിനെ കാണിക്കുന്ന സീൻ തൊട്ട് അവസാനം വരെ ലിറ്ററലി നമ്മൾ ആ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ഒരിക്കലും വിഷ്വൽ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ചല്ല, വിഷ്വൽ കാര്യങ്ങളെ കുറിച്ചല്ല. ഒരു ഒഡീസി പോലെ ഒരു എന്താ പറയുക, ഒഡീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7th or 8th century BC എഴുതപ്പെട്ട ഒരു എന്താ പറയുക, നമ്മൾ പുരാണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഡെൻസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇലിയഡും ഒഡീസിയും. ആൻഡ് അങ്ങനെ ഒരു വർക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് നോളനെ പോലെ ഒരു ഫിലിം മേക്കർ, അതായത് റിസോഴ്സസിന് യാതൊരു പഞ്ഞവും ഇല്ലാത്ത, ഇപ്പം നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ എന്താ പറയുക ചാനലൈസ് ചെയ്ത് ഒരു പടത്തിലേക്ക് ഇറക്കാൻ പറ്റുന്ന അത്രയും ബ്രില്യൻറ്റ് ടെക്നിക്കലി പല പെർഫെക്ഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫിലിം മേക്കറുടെ കൈ കിട്ടുമ്പോൾ ആ പടത്തിന് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പടത്തിന് സംഭവിച്ച കുറച്ച് ന്യൂനതകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് ടു സ്റ്റാർട്ട് വിത്ത് ഒഡീസിയസിന്റെ ക്യാരക്ടർ തന്നെ. ഇപ്പൊ എനിക്കറിയാം, നിങ്ങളിപ്പോൾ പലരും ആലോചിക്കും ഇതിപ്പോ ഇത്രയും ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇത്രയും നല്ല സിനിമ തുടങ്ങി കഴിയുമ്പോൾ തൊട്ട് അവസാനം വരെ ഞാൻ ശ്വാസം വിടാതെ പിടിച്ചിരുന്നു പറഞ്ഞല്ലോ, പിന്നെ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ? പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത്രയും ഡെൻസ് ആൻഡ് ലെയേർഡ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുത്ത് ഒരു ഫ്ലാറ്റ് ലൈൻ ബ്ലാൻഡ് ആക്കി കളഞ്ഞതിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഇദ്ദേഹത്തിന്റെ മാറ്റ് ഡാമനെയാണ് കാസ്റ്റ് ചെയ്തിരുന്നത്. മാറ്റ് ഡാമനെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം മാറ്റ് ഡാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ ബോയ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോർഡ് വേഴ്സസ് ഫെരാരി ആണെങ്കിലും ഇതിനു മുമ്പത്തെ ഏത് പടം എടുത്താലും മാറ്റ് ഡാമൻ എന്ന് പറഞ്ഞാൽ വളരെ ലൈക്കബിൾ ആയിട്ടുള്ള, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, എന്താ പറയാ ലൈക്കബിലിറ്റിയിൽ കൺസിസ്റ്റൻസ് ഉള്ള ഒരു ആക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ട് ശരിക്കുമുള്ള ഒഡീസിയസിന്റെ ഒരു എന്താ പറയുക ഒരു ലെഫ്റ്റ് ഓവർ, ഒരു രേഖ പോലും ആ ക്യാരക്ടറിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ശരിക്കുമുള്ള ഒഡീസിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ പണ്ട് ഇതിന്റെ ഒരു നമ്മൾ പിള്ളേരൊക്കെ വായിക്കുന്ന പൈക്കോയിലൊക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ചെറിയ, കാരണം ഇത്രയും വലിയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടോന്ന് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ ക്യാരക്ടറിന്റെ ഒരു ഷെയ്ഡേ ഇതിനകത്തില്ല. ശരിക്കുമുള്ള ഒഡീസിയസിന്റെ അർത്ഥം തന്നെ ലോർഡ് ഓഫ് ലയേഴ്സ് എന്നാണ്. അതായത് നമുക്കിപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ട് അല്ലെങ്കിൽ കണ്ണിങ്നെസ് കൊണ്ട് ഇഷ്ടപ്പെടാൻ തോന്നുകയും ചെയ്യും, എന്നാൽ ഒരു മോറൽ ഫേബ്രിക് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്തതുമായ ഒരു മനുഷ്യനാണ്. ശരിക്കുമുള്ള ഒഡീസിയസ് എന്ന് പറഞ്ഞാൽ ഹീസ് കോൾഡ് എസ് ലോർഡ് ഓഫ് ലയേഴ്സ്. അതായത് അഥേനയുടെ അനുഗ്രഹം എപ്പോഴും ഉള്ള ഒരു വാരിയറാണ്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നതാണ്. ആ അഥേന തന്നെ പറയുന്നുണ്ട്, എടാ പരനാറി, പര നുണയാ, നിന്റെ സ്വന്തം നാട്ടിലെങ്കിലും നിനക്ക് നുണ പറയായിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാരക്ടറാണ്. അതായത് മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്ന ആൾക്കാരല്ലേ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട്, അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലേയേർഡ് ആയിട്ടുള്ള ഒരു മോറലി ലെഫ്റ്റ് റൈറ്റോ പോവാ എന്ന് വെച്ചാൽ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഹോമർ എഴുതി വെച്ചിരിക്കുന്നത്. ഹോമർ എന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹോമർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെന്നും ഒക്കെ പറയുന്നുണ്ട്. കാരണം ഈ കഥ തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ രാമായണമായിട്ടുള്ള ചില എന്താ പറയുക സിമിലാരിറ്റീസ് നമുക്ക് കാണുന്നുണ്ട്. ഈ വില്ല് കുറയ്ക്കുന്നതും വില്ലൊടിക്കുന്നതും ഒക്കെ ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ കൾച്ചറിന്റെ ആ ഒരു ഓവർലാപ്പിലൊക്കെ സംഭവിച്ചാണെന്ന് തോന്നുന്നു. ആരും കോപ്പി അടിച്ചാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലയിടത്തും അങ്ങനെ കുറച്ച് ഓവർലാപ്പ് വരുന്നുണ്ട്. പക്ഷെ ഈ ഒഡീസിയസിന്റെ ക്യാരക്ടർ എൻറ്റയർലി ബ്ലാൻഡ് ആക്കി കളഞ്ഞു. അതായത് ഇദ്ദേഹം ഓൾറെഡി ഇൻട്രസ്റ്റെല്ലാറി ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അപ്പന് വേണ്ടി കാത്തിരിക്കുന്ന മകള്, അതിത് മകനും അപ്പനും ആണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആംഗിളേ ഒഡീസിയസിന് ശരിക്കുമുള്ള ഒഡീസിയിലില്ല. അദ്ദേഹം വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അല്ല. ഈ എൻ്റെ കഥയുടെ തീം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം അയ്യോ യുദ്ധമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിനെ കുറിച്ചല്ല. ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമില്ലേ, അതായത് ഈ വാരിയേഴ്സിനെ അങ്ങോട്ടേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കുതിരയെ പണിതിട്ട് ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം തന്നെ നമ്മൾ വിചാരിക്കും ഒരു വാർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബ്രില്യൻസ് കാണിക്കാനാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറ്റത്തരം കാണിച്ചതിനുള്ള, അതായത് നിങ്ങളിപ്പോൾ ഏത് യുദ്ധം വേണേലും നിങ്ങൾക്ക് ജയിക്കാം ഒരു ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ. കാരണം ഒരു അഥീനയുടെ പേരിൽ നമ്മളൊരു ട്രോജൻ ഹോഴ്സ് ഗിഫ്റ്റായി കൊടുക്കുമ്പോൾ
ദേവിയുടെ പേരിലായതുകൊണ്ട് മാത്രമാണ് അവർ ആ ദേവിയുടെ ടെമ്പിളിൽ അതിനകത്ത് എടുത്തു വയ്ക്കുന്നത്. അപ്പോ ആ ഒരു അങ്ങനെയാണ് അവർ അതിനകത്ത് 10 വർഷം കാത്തു നിന്നതിന് ശേഷം അവര് ട്രോയ്ക്കകത്തോട്ട് കയറുന്നത്. അങ്ങനെയാണ് ആ യുദ്ധം ജയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്തതിന് ദൈവങ്ങൾ ശിക്ഷിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോ എങ്ങനെയൊക്കെ ചെറ്റത്തരം ചെയ്ത് നിങ്ങളിപ്പോ ഒരു പോയിന്റ് ജയിച്ചെന്ന് തോന്നിയാലും നിങ്ങൾ ആ ജയത്തിൽ കംപ്ലീറ്റ് ആയിരിക്കില്ല. കാരണം 10 വർഷം എടുത്തു പിന്നെ അവർ തിരിച്ചെത്തിയ അഗമനോൺ ഉടൻ തന്നെ കൊല്ലപ്പെട്ടു. അപ്പോ എന്റെ ഒരു കഥയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഒഡീസിയസിന്റെ മഹത്വത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒഡീസിയസ് എത്ര എന്താ പറയുക എത്തിക്കലായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ സ്വന്തം ഹിസ് മെൻ അവരെ ജീവനോടെ തിരിച്ചെത്തിക്കാനുള്ള അതൊന്നുമല്ല കഥയുടെ ഇത്. നമ്മളെ ചെറ്റത്തരം ചെയ്തു കഴിഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ബേസിക്കലി ഒഡീസിയസിന്റെ തത്വം. ആൻഡ് ആ ഒരു പോയിന്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ട് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയാ അപ്പൻ മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യം അത് മോനും അപ്പനുമാക്കി. അതേപോലെ തന്നെ ഇപ്പൊ ഓപ്പൺഹൈമർ കാണുന്ന പോലെ ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ട് ഇത്രയെല്ലാം ചെയ്തിട്ട് ഇദ്ദേഹം യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന നോളന്റെ തല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ പടം പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോളൻ കുറെ പരിപാടി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അതിനുവേണ്ടി ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലുപ്പിറ്റോ ഹെലനെ കാസ്റ്റ് ചെയ്ത കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഗ്രീസിൽ നടന്നൊരു കഥയിൽ ഒറ്റ ഗ്രീക്ക് ആൾ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊരു പ്രശ്നമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ കഥയുടെ അന്തസത്ത ഉണ്ടല്ലോ. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ദൈവങ്ങൾ ഇപ്പൊ ശരിക്കുമുള്ള ഒഡീസിയിൽ ദൈവങ്ങൾ മനുഷ്യരും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ സിർക്കിയെ കാണിക്കുന്നുണ്ട്, അതുപോലെ പല മോൺസ്റ്റേഴ്സിനെയും കാണിക്കുന്നുണ്ട്, പക്ഷെ അതിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ദൈവങ്ങളുടെ ഒന്നും റോള് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ സിർക്കിയുടെ റോള് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ സിർക്കിയുടെ റോൾ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടാണ് സിനിമയിൽ ചെയ്തിരിക്കുന്ന ആക്ട്രസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടേക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സിനിമയിൽ അതിനൊരു ഫെമിനിസ്റ്റ് ആംഗിൾ കൊടുത്തിരിക്കുന്നു. എന്തിനാ ഫെമിനിസ്റ്റ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്? അങ്ങനെയുള്ള റിയൽ സിർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് എ സെഡക്ട്രസ് അല്ലെങ്കിൽ എൻചാൻട്രസ്. റിയൽ സിർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ അനുരക്തനായിട്ട് ഒഡീസിയസ് ഒരു കൊല്ലം അവരുടെ കൂടെ ജീവിച്ച ആളാണ്. ഒരു കൊല്ലം സ്വമേധയാ ഇഷ്ടത്തോടെ കാലിപ്സോടെ ജീവിച്ചോലല്ല സിർക്കിയോടെ ജീവിച്ചതാണ് ശരിക്കുമുള്ള ഒഡീസിയിൽ. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് ഫെമിനിസ്റ്റ് ആംഗിൾ കൊടുത്തിരിക്കുന്നു. ഞാൻ പുരുഷന്മാരെ ഇങ്ങനെ ചെയ്യും. ഐ മീൻ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റി വരയ്ക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ദൈവങ്ങൾ കഥയിലില്ല. ഇപ്പൊ പോസിഡോൺ ആവട്ടെ സൂയിസ് ആവട്ടെ അല്ലെങ്കിൽ സിർക്കിയുടെ തന്നെ ആ ഒരു പോർഷൻ കഴിയുമ്പോൾ അയാൾക്ക് ഏക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ദൈവം പുള്ളിക്ക് മോളി എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തുകൊണ്ടാണ്. അതൊന്നും കഥയിലേ ഇല്ല. പലപ്പോഴും കഥയുടെ ബ്രില്യന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ട്രിക്കർ കാണിക്കുന്ന അല്ലെങ്കിൽ ഒഡീസിയസ് എത്രമാത്രം കള്ളനാണ്, കള്ളത്തരക്കാരനാണ്, ആരെയും കയ്യിലെടുക്കുന്ന രീതിയിൽ തന്ത്രശാലിയാണെന്നുള്ള ആസ്പെക്ട് കാണിക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ മനഃപൂർവ്വം മിസ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ സൈക്ലോപ്സിനെ കൊന്നിട്ട് പോകുമ്പോൾ ആരാ എന്നെ കുത്തിയതെന്ന് ചോദിക്കുമ്പോ ഒഡീസിയസ് വിളിച്ചു പറയുന്നത് നോബഡിയാണ് അതിനെ കുത്തിയതെന്ന്. അപ്പൊ പിന്നീട് സൈക്ലോപ്സ് പറയുമ്പോൾ എല്ലാവരുടെ അടുത്ത് നോബഡി ഡിഡ് ദിസ് ടു മീ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കണം എങ്കിൽ പിന്നെന്താ. അങ്ങനെ കുറെ ട്രിക്കി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അതെല്ലാം മനഃപൂർവ്വം വിട്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ ഈ വോക്ക് ആവാനാണോ അല്ലെങ്കിൽ അക്കാഡമിയുടെ ഇദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണോ എന്ന് അറിഞ്ഞോളാം. ചില കാര്യങ്ങളിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വയലേഷനാണ്. ഉദാഹരണത്തിന് മെനലസിന്റെ ക്യാരക്ടർ, മെനലസ് എന്ന് പറഞ്ഞാൽ അഗംനോൺ അല്ലെങ്കിൽ ഹെലന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിടത്തും എന്താ പറയാ വേറൊരാളെ കൂടെ ഒളിച്ചോടിയ സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുരുഷന്മാരുടെ കണ്ണിൽ എന്താ പറയാ ഹെലനെ ഇദ്ദേഹം കാണുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഒരു കഥയിൽ മെൻഷൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു വർക്കിൽ മെൻഷൻ ചെയ്യാത്ത പോലെ ഹെലനെ വയലൻസ് വഴി ഡൊമസ്റ്റിക് വയലൻസ് വഴി മെനലസ് പിന്നെ ഡിസ്ഫിഗർ ചെയ്തു എന്ന് പറയുന്നത് കാണിക്കുന്നത്. അതായത് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ മകനായിട്ടുള്ള ടെലിമാക്സ് പോയി കാണുമ്പോൾ കാണുന്ന ഹെലൻ ഡിസ്ഫിഗേർഡ് ആണ് സൈഡിൽ. അങ്ങനെ ഒരു ആംഗിളേ ഒരിടത്തും ഇല്ല. ഇപ്പൊ ഒരാൾ ഒരു അഗ്രഷൻ ചെയ്തു ഒരു ക്യാരക്ടറിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? അല്ലെങ്കിൽ മെനലസ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർലി ലവ് മാത്രം സ്വന്തം ഭാര്യയോടുള്ള, അതിപ്പോ വേറൊരാളെ സ്നേഹിച്ച് പോയെങ്കിൽ പോലും തിരിച്ചു വന്നിട്ടും അവരെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരുമിച്ച് ജീവിച്ചവരാണ്. അവിടെ എന്തിനാണ് അങ്ങനെ ഒരു അഗ്രഷന്റെ സാധ്യത കൊണ്ടുവരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നോളനെ പോലെ ഒരു ഫിലിം മേക്കർ റിസോഴ്സസ് ഉണ്ട്, എന്താ പറയാ എല്ലാ രീതിയിലും അദ്ദേഹം ഭയങ്കര എന്താ പറയാ ടെക്നിക്കലി പെർഫെക്ഷൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു. ഐമാക്സിൽ എടുത്ത് ഐമാക്സിൽ പ്രൊജക്ട് ചെയ്യുന്ന നത്തിങ് ലോകത്ത് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കഥയിലൊരു കോംപ്ലക്സിറ്റി, കഥയിലൊരു ട്രിപ്പ് തന്നൂടെ. കഥ എന്തിനാ ഇത്ര ബോറിംഗ് ആക്കി കളഞ്ഞെന്ന് ഞാൻ ചോദിക്കുന്നത്, ഇത്ര ബ്ലാൻഡ് ആക്കി കളഞ്ഞ എന്തിനാന്ന് ഞാൻ ചോദിച്ചത്. ഇതിപ്പോ റാൽഫ് ഫിയൻസ് അഭിനയിച്ച ദ റിട്ടേൺ എന്ന് പറഞ്ഞ മൂവി ഉണ്ട് 2024 ABC വന്ന, അല്ലെങ്കിൽ കിർക്ക് ഡഗ്ലാസ് പണ്ട് 50s എടുത്ത പടമുണ്ട്. ഇതിലൊക്കെ വന്ന സെയിം സാധനം സെയിം ക്യാരക്ടർ തന്നെ, അതിന്റെ ഒരു ഡിറ്റോ മാത്രമാണ് ഇത് മാത്രം വന്നിട്ടുള്ളൂ. ഫൈനൽ റോളൊക്കെ ഏകദേശം സെയിം ആണ്. ആൻഡ് പെനിലിപ്പിയുടെ ക്യാരക്ടർ തന്നെയാണെങ്കിലും സ്ഥിരം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇദ്ദേഹത്തിന് വോക്ക് ആവാൻ അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിച്ചെങ്കിൽ പോലും ഉണ്ടല്ലോ
ആ പെനിലപ്പിയുടെ ഒക്കെ ക്യാരക്ടറിന്റെ ബ്രില്യൻസ് കാണിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ അവസാനം ഇദ്ദേഹത്തിന് വിശ്വാസമില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഇദ്ദേഹത്തിന്റെ കൂടെയാണെന്ന്. അപ്പൊ എല്ലാവരെയും വന്ന് കൊന്നു തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം പല രീതിയിൽ അവരെ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ പെനിലിപ്പിയുടെ ഒരു ഡയലോഗിലാണ് ആക്ച്വലി ഇവർക്ക് മനസ്സിലാവുന്നത് ഇത് ഒഡീസിയസ് തന്നെയാണെന്ന്. പെനിലിപ്പി പറയും എത്രയും പെട്ടെന്ന് എന്റെ ബെഡ്റൂമിലെ കട്ടിലെടുത്ത് മാറ്റി ഇങ്ങോട്ടേക്ക് ഇടാൻ പറയും. അതായത് ഒഡീസിയസിനും പെനിലിപ്പിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് ഒരു ലിവിങ് ഒലിവ് ട്രീ, അതായത് നേരെ റൂട്ട്സ് ഒക്കെ പോകുന്ന ഒരു ലിവിങ് ഒലിവ് ട്രീയിലാണ് അവരുടെ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം വന്നയാൾക്ക് അറിയുമെന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെനിലിപ്പി പറയുന്നുണ്ട് ആ ബെഡ്റൂമിൽ ഇരിക്കുന്ന കട്ടിലെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടാൻ. അപ്പൊ അത് പറ്റൂലല്ലോ. അപ്പൊ തന്നെ അദ്ദേഹം പറയാം അത് പറ്റില്ല എന്ന് അദ്ദേഹം ഉറക്കെ പറയാം. അങ്ങനെയാണ് ഇവർ തിരിച്ചറിയുന്നത്. അപ്പൊ അവരുടെ ബുദ്ധിശക്തി കാണിക്കുന്ന ഒരു ആസ്പെക്റ്റും ഒന്നും ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ ആലോചിക്കണം, യഥാർത്ഥ ഹോമറിന്റെ കഥകളിൽ എന്താ പറയാ വ്യഭിചരിച്ച് നടക്കുന്ന സ്ത്രീകൾ എന്നുള്ള രീതിയിലാണ് ഹാൻഡ് മെയ്ഡൻസിനെ കുറിച്ച്, അതായത് കൂടെയുള്ള പെനിലിപ്പിയുടെ കൂടെയുള്ള സ്ത്രീകളായുള്ള മെയ്ഡ്സിനെ കുറിച്ച് പറയുന്നത്. അവരെ കൂട്ടത്തോടെ മർഡർ ചെയ്യുന്നുണ്ട് ഒഡീസിയസ് വന്നതിന് ശേഷം. അതായത് ഈ കൂടെയുള്ള സൂട്ടേഴ്സിനെ മർഡർ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവരെയും കൂട്ടത്തോടെ ഒഡീസിയസ് മർഡർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എത്ര ബ്രൂട്ടലായിട്ടുള്ള, അയാളുടെ എത്ര ബ്രൂട്ടലായിട്ടുള്ള ആസ്പെക്ട് ആണ് അത് കാണിക്കുന്നത്. അയാൾ അല്ലാതെ ഒരു സോഫ്റ്റ് ആൻഡ് വളറബിൾ മനുഷ്യൻ യുദ്ധത്തെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യനേ അല്ല. നോളൻ ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, നോളൻ ഇനിയും മെച്ചപ്പെടാനും ഉണ്ട് ആ കാര്യത്തിൽ എന്ന് ഞാൻ പറയും, തമാശക്ക് പറയുന്നുണ്ട്. ഡോണ്ട് കിൽ മീ ഫോർ ദിസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഒഡീസിയസ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എഗ്രി ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. താങ്ക് യു.